യെസ്, ശരി വിജീഷ്. ഷഫീഖ് നസ്രുല്ല കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ഷഫീഖ്, എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോഴും ക്യൂ ഉണ്ടോ? പോളിംഗ് ശതമാനത്തിന്റെ വിവരങ്ങളും. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ അരമങ്ങാനം ഗവൺമെന്റ് LP സ്കൂളിലെ ബൂത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ 3 മണിക്കൂർ യന്ത്ര തകരാറ് കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് നേരത്തെ വൈകിയിരുന്നു. അത് കാരണം ഇപ്പോൾ 100 കണക്കിന് പേരാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. എല്ലാവർക്കും 6 മണിയോടുകൂടി തന്നെ ടോക്കൺ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ ബൂത്തിലേക്കുള്ള ഗേറ്റ് പുറമേ നിന്ന് പോലീസ് അടച്ചുപൂട്ടിയിട്ടുണ്ട്. അകത്ത് ഉള്ള ക്യൂവിലുള്ള ടോക്കൺ ലഭിച്ച മുഴുവൻ ആളുകൾക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയത്. ഇത് 100 കണക്കിന് പേർ 175 പേർക്ക് ഇപ്പോൾ ടോക്കൺ കൊടുത്തു കഴിഞ്ഞു. ഈ ഇത്രയധികം നീളാനുണ്ടായിരുന്ന ഒരു കാരണം ഈ തുടക്കത്തിൽ 1 മണിക്കൂർ യന്ത്ര തകരാറുണ്ടായിരുന്നു. പിന്നീട് അത് പരിഹരിച്ചു. അതിനുശേഷം ഉച്ചയോടുകൂടി വീണ്ടും യന്ത്ര തകരാറ് അനുഭവപ്പെടുകയും അതോടുകൂടി 2 മണിക്കൂർ ഈ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുകയും ചെയ്തു. അതാണ് ഇത്രയധികം ആളുകൾ ഈ 6 മണിക്ക് ശേഷവും ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇവിടെ എത്തിയതിനു ശേഷം ഇപ്പോൾ 6 മണിക്ക് ശേഷം മുഴുവൻ ആളുകൾക്കും ടോക്കൺ കൊടുത്തു. 175 പേർക്കാണ് ടോക്കൺ കൊടുത്തിട്ടുള്ളത്. അവർക്ക് പൂർണ്ണമായും വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ക്യൂ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു വലിയ ഒരു ക്യൂ ഈ സമയത്ത് ഇവിടെ ഉണ്ട്. ഇത് സാധാരണ ഈ യന്ത്ര തകരാറ് കാരണമാണ് ഈ പ്രയാസം അനുഭവപ്പെട്ടത്. മറ്റ് കാസർഗോഡ് ജില്ലയിലെ ബൂത്തുകളിൽ അധികവും ഇപ്പോൾ ഈ സമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അരമങ്ങാനം ഉദുമ ഗ്രാമപഞ്ചായത്തിലെ അരമങ്ങാനം ഗവൺമെന്റ് LP സ്കൂളിലാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് നേരത്തെ 3 മണിക്കൂറോളം ഇവിടെ യന്ത്ര തകരാറ് കാരണം വോട്ടിംഗ് പ്രക്രിയക്ക് തടസ്സം നേരിട്ടിരുന്നു. അത് പരിഹരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വോട്ടിംഗ് പുനരാരംഭിച്ചത്. ആ കാരണത്താലാണ് വലിയ ഒരു ക്യൂ ഈ 6 മണിക്ക് ശേഷവും ഇവിടെ അനുഭവപ്പെടുന്നത്. നേരത്തെ വന്ന ആളുകൾ ഒക്കെയും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഉച്ചയോടുകൂടി തന്നെ എത്തിയ ആളുകൾ പിന്നീട് തടസ്സം വന്നപ്പോൾ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോവാത്ത ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഒക്കെ സന്നദ്ധ സംഘടനകളുടെ ആളുകൾ വിതരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അർത്ഥത്തിൽ യന്ത്ര തകരാറ് കാരണമാണ്. ഇപ്പോഴും ക്യൂവിൽ ആണ് ആളുകൾ ഉള്ളത്. ഒരുപാട് വൈകി, പിന്നെയും ഒരുപാട് വൈകാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ മറ്റു ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകരുമൊക്കെ പ്രായമുള്ള ആളുകൾക്ക് ഇവിടെ ചെയറിലിരുത്തി അവർക്ക് വെള്ളവും ചായവും ഒക്കെ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. അത് എത്തി അമ്മ നേരത്തെ വന്നിരുന്നോ വോട്ട് ചെയ്യാൻ? കുറെ സമയമായോ? ക്ഷീണലായ അവിടെ ഇരുന്നിട്ട്? ഇല്ല, എല്ലാവരും വെള്ളവും ചായയൊക്കെ തന്നു? അതെ, ചായ ഉണ്ട്. വോട്ടെല്ലാം ചെയ്തിട്ടേന് മടങ്ങും? നേരത്തെ ഇവിടെ എത്തിയ ആളുകളുണ്ട്. നേരത്തെ ഇത് കുറെ താമസിച്ചു. നേരത്തെ വന്നിരുന്നോ? നേരത്തെ ഇവിടെ ഇത്രയധികം താമസിക്കാൻ നമ്മൾ യന്ത്ര തകരാറാണ്. യന്ത്ര തകരാറ് കാരണം താമസിച്ചു. നേരത്തെ ഉണ്ടായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നു.